ഉദ്ഘാടകൻ സാറ് നിലമ്പൂരായതുകൊണ്ടും അതുപോലെ തന്നെ ലയൻ കിട്ടാത്തത് കൊണ്ടാണ് സാറിന് ജോയിൻ ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ സാറിന് എത്തിയിട്ടുണ്ട്. എബി സാറ് കിലയുടെ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്തു. അതിനു മുന്നേ സംസ്ഥാന സോഷ്യൽ ഓഡിറ്റ് റിവ്യൂവിന്റെ ഡയറക്ടറായിരുന്നു. ഇപ്പോഴല്ല, അദ്ദേഹം സർവീസിൽ ഇരിക്കെ തന്നെ ദേശീയ വിവരാവകാശ കൂട്ടായ്മയുടെ ദേശീയ തലത്തിലും പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ കോർഡിനേറ്ററായിട്ടും എബി സാറ് വർക്ക് ചെയ്യുന്നു. റിട്ടയർമെന്റിന് ശേഷവും റിട്ടയർമെന്റ് ഇല്ലാത്ത ഏതാനും ചില പ്രധാനപ്പെട്ട റിട്ടയർമെന്റിന് ശേഷവും റിട്ടയർമെന്റ് ഇല്ലാതെ സജീവമായി സാമൂഹ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്നയാളാണ് എബി സാറ്. എന്താ ഈ കഴിഞ്ഞ മീറ്റിംഗിൽ ആരോ ചോദിച്ചു എങ്ങനെയാണ് ഈ നമ്മുടെ ഷീറ്റിന്റെ അറ്റൻഡൻസ് ക്ലാസ് കഴിയുമ്പോൾ ഇടുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്ക് ആ വിദ്യ പറഞ്ഞു തന്നയാള് എബി സാറാണ്. അപ്പോ ഈ വളരെയധികം സജീവമായി വിവരാവകാശ രംഗത്തും മനുഷ്യാവകാശ പ്രവർത്തന രംഗത്തും പരിസ്ഥിതി രംഗത്തും ഒക്കെ ചെയ്യുന്ന ഒരു മാതൃക വ്യക്തിത്വമാണ് എബി സാറ്. എബി സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സജി സാറ് ഞാൻ കഴിഞ്ഞവണ സൂചിപ്പിച്ചു, സമയം കൂടുതൽ എടുക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എബി സാറിനെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. സാറിന്റെ ക്യാമറ ഒരല്പം കൂടി താഴ്ത്തി ഇപ്പൊ ഉഷാറായിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഈ അഡ്വക്കേറ്റ് സജു രവീന്ദ്രന്റെ മുൻകൈയിലുള്ള ഈ ഒരു ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിന്റെ ഈ ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാണ്. അതിനകത്തൊരു ഉദ്ഘാടനത്തിന് എത്ര സാങ്കത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു പ്രോഗ്രാം അതിന്റെ ഒരു വലിയ ഉത്സാഹത്തോടുകൂടി ശ്രീ അമിതാക്ഷനും അഡ്വക്കേറ്റ് സജുവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും നിങ്ങൾ കുറെ ആളുകൾ തുടർച്ചയായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കുകയും ചെയ്യാനതിന് വേണ്ടിയിട്ട് എഫർട്ട് എടുക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ എളുപ്പവും മിഴിവും നൽകുന്നതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ എനിക്കെപ്പോഴും ഇപ്പോഴത്തെ നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ ടൂളുകളും നമ്മൾ പരിചയപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഈ ചിന്ത നമ്മളുടെ തന്നെ വേണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരാളാണ്. ഈ ടൂളൊക്കെ ഉപയോഗിക്കാം. ടൂളാണ് ഇതെല്ലാം. ടൂള് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ടൂൾ ഉപയോഗിക്കാൻ നിന്ന് കൊടുക്കരുത്. അത് പലപ്പോഴും ഞാൻ പല ആളുകളുടെ കത്തുകളും പ്രപ്പോസലുകളും ഒക്കെ കാണുമ്പോൾ ഇതിന്റെ ഒരു അതിപ്രസരം പലപ്പോഴും കാണാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്. രണ്ട്, ഇതിനകത്ത് നമ്മളുടെ ചിന്ത വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇത് മുഴുവനും സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരികയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ആ ചിന്ത എക്സ്പാൻഡ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നതിൽ ഇത്തരം ടൂളുകൾ ഉപയോഗപ്പെടുത്താൻ അതിനുള്ളൊരു ശ്രദ്ധ ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായമുണ്ട്. നിങ്ങളൊക്കെ ആദ്യം ഇത് പരിചയപ്പെടുമ്പോൾ ഇതിന്റെ ഒരു മാജിക്കിൽ പെട്ടുപോകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സ്വാഭാവികമാണ് താനും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനെ മനസ്സിലാക്കി ഉപയോഗിക്കുകയും ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കാനും അതുവഴി നമ്മളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ കൂടുതൽ ഗുണകരമാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള ഉത്സാഹികളായ എല്ലാ ആളുകളെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പങ്കജാക്ഷനും ശാന്തിഗ്രാമും
വർഷങ്ങളായി എടുക്കുന്ന വലിയ എഫർട്ടുകളുടെ ഒരു തുടർച്ചയിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സജീവ് രവീന്ദ്രൻ ഇതൊരു വളരെ ഭംഗിയായിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് എടുക്കുന്ന എഫർട്ടും വളരെ ശ്ലാഘനീയമാണ്. എല്ലാവർക്കും സ്വാഗതവും ഈ അവസരം എനിക്ക് നൽകിയതിന് ശ്രീ പങ്കജാകൃഷ്ണനോടും ഉള്ള നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. നന്ദി എബിസാർ. എബിസാർ വേറൊരു മീറ്റിങ്ങിന്റെ ഇടയിൽ നിന്നാണ് നമുക്ക് ഈ മെസ്സേജ് നൽകാൻ വേണ്ടി എത്തിയത്. പ്രത്യേകം നന്ദി. താങ്ക് യു. സാർ തുടങ്ങാം. ശരി, നമ്മുടെ യഥാർത്ഥത്തിൽ ഇന്നാണ് ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. എബിസാറ് സൂചിപ്പിച്ചത് ഇന്നത്തെ ക്ലാസിന്റെ ടോപ്പിക്കാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞ AI ടൂൾ ആൻഡ് AI തിങ്കിങ്. അതാ സാറ് പറഞ്ഞത്. അതായത് നിർമ്മിത ബുദ്ധി വന്നിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഏതാണ്ട് 3 വർഷവും 8 മാസവുമായി. അപ്പോ നമ്മുടെ ഈ ബാച്ച് തന്നെ 10ാമത്തെ ബാച്ചാണ്. അപ്പൊ ഈ 3 വർഷം കൊണ്ട് ഇത് സർവ്വസാധാരണമായി. സാറ് നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ട്. ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ധാരാളം ഡോക്യുമെന്റുകൾ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ വരുന്ന ഡോക്യുമെന്റുകളെല്ലാം, അത് കത്താവട്ടെ, പ്രോജക്റ്റ് ആയിട്ട് ആവട്ടെ, പ്രപ്പോസൽ ആവട്ടെ, മറുപടി ആവട്ടെ, എന്തും ആവട്ടെ, അതെല്ലാം ഇന്ന് AI ചെയ്തു വരുന്നതാണ്. ഈ AI ചെയ്തു വരുന്ന ഈ സാധനം കാണുമ്പോൾ തന്നെ ഒരു വിരക്തി തോന്നും AI ഉപയോഗിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് ഒരു കാണുമ്പോ ഒരു മമതയും അതിനോട് തോന്നാറില്ല. അപ്പൊ ആ അവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും AI ഉപയോഗിക്കുന്നു. AI ഉപയോഗിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നിലുമാണ്. നമ്മുടെ ഈ കോഴ്സിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് AI ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കുക എന്നതാണ്. സാറ് സൂചിപ്പിച്ചു, നമ്മൾ AI ടൂളുകളുടെ അടിമയാവരുത്. ഇന്ന് AI ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം ടൂളുകളുടെ അടിമയാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുന്നു, ഒരു അപേക്ഷ എഴുതി തരാൻ പറയുന്നു, ഒരു അപേക്ഷ എഴുതി തരുന്നു, ആ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു വാർത്ത തയ്യാറാക്കി തരാൻ പറയുന്നു, ഒരു വാർത്ത AI തയ്യാറാക്കി തരുന്നു, ആ വാർത്ത സബ്മിറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. അപ്പോ ഇത് ഒരു തരത്തിലും ഇത് തയ്യാറാക്കുന്ന ആളിനോ ഇത് ലഭിക്കുന്ന ആളിനോ ഏതൊരുവിധ പ്രയോജനവും ഉണ്ടാവുന്നില്ല. അപ്പോ AI കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് തിങ്കിങ്. ചിന്തിക്കുക എന്നത് AIക്ക് ചിന്തിക്കാൻ പറ്റും. AIയുടെ ചിന്തയിൽ വിടരുത്. നമ്മുടെ ചിന്ത AI ടൂൾ ഉപയോഗിച്ച് അത് മിനുക്കിയെടുക്കുക എന്നതാണ്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ടൂള്, ഒന്ന് ചിന്ത. ആദ്യകാലങ്ങളിൽ ടൂള് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് AI ചിന്തയുടെ ഒരു പ്രസക്തി ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ AIയുടെ ചിന്തയെക്കുറിച്ച്, നമ്മുടെ ചിന്തയെക്കുറിച്ച് ചിന്തിച്ചെങ്ങനെ AI ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് സ്ട്രീമാണ് നമ്മൾ ഈ 10ാമത്തെ ബാച്ചിലും ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് നേരത്തെയുള്ള ബാച്ചുകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ടൂള്, എന്താണ് ചിന്ത? നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ധാരാളം ടൂളുകളാണ്. ആ ടൂളുകൾ 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ കമ്പ്യൂട്ടറിൽ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഗൂഗിൾ ഒരു വെബ്സൈറ്റ് ആണ് അല്ലേ? നമ്മൾ www വെബ്സൈറ്റ് നെയിം കൊടുക്കുന്നു. അതെങ്ങനെയാ? ബ്രൗസർ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്.
chatgpt.com എന്ന് നമ്മൾ വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് വെബ്സൈറ്റ്, ബ്രൗസറും വെബ്സൈറ്റിലൂടെ. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ കമ്പ്യൂട്ടറുകളിലൂടെ നമ്മൾ AI ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ AI ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണിലും ടാബിലും നമ്മൾ AI ഉപയോഗിക്കുന്നത്. അത് ആൻഡ്രോയിഡോ ഐഫോണോ ഒക്കെ ആവാം, അതിലൂടെ AI ഉപയോഗിക്കുന്നത്. ഇത് രണ്ടിനെയും നമ്മൾ ടൂളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടൂളുകൾ, ബ്രൗസറിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്ന് പറയുമ്പോൾ അത് വെബ്സൈറ്റ് അഡ്രസ്സുകളായിട്ടാണ് വരുന്നത്. google-gemini.com, chatgpt.com എന്നിങ്ങനെയുള്ള വെബ്സൈറ്റ് അഡ്രസ്സുകളായിട്ട് നമ്മൾ. ഇനി മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, മൊബൈൽ ഫോണിൽ നമുക്ക് ഈ ബ്രൗസർ ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഇതിനെ ഓരോ ടൂളുകളുടെയും ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ പഠിക്കാൻ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം പേരും AI ഉപയോഗിക്കാൻ പോകുന്നത് മൊബൈൽ ഫോണിലൂടെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ സാറിനോ? ഇപ്പൊ നമുക്ക് പ്രതികരിക്കാൻ പല മാർഗങ്ങളുണ്ട്. നമ്മുടെ അതെ. അപ്പൊ നമ്മുടെ ഈ ഒരു ചിരിച്ച മുഖമുണ്ട്. ഇതിന്റെ താഴെയുള്ള ടൂള്, മൈക്ക്, ക്യാമറ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷനിൽ പോകുമ്പോൾ അവിടെ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് റിയാക്ട് ചെയ്യാം എളുപ്പത്തിൽ എല്ലാവർക്കും. ഓക്കെ. അപ്പൊ നമ്മൾ കൂടുതൽ പേരും മൊബൈൽ ഫോണിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ChatGPT-യുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ജെമിനിയുടെ ആപ്പുണ്ട്, അല്ലെ? ഇങ്ങനെ പല ടൂളുകളുടെയും മൊബൈൽ ആപ്പുകളുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ മൊബൈൽ ആപ്പുകൾ ലഭ്യമല്ല. അത് ബ്രൗസറിൽ നിന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന AI, അതിന് ടൂളുകൾ എന്നാണ് പറയുന്നത്. ഞാൻ ടൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന നിർമ്മിത ബുദ്ധി. അത് ബ്രൗസറിൽ, വെബ്സൈറ്റുകളായിട്ടും, ഫോണിൽ, പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ആപ്പുകളായിട്ടാണുള്ളത്. അപ്പൊ ഇത് രണ്ടിലും നടക്കുന്ന പ്രവർത്തനം ഒരുപോലെയാണ്. മൊബൈലിൽ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഗംഭീരമായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദം. കാരണം നമുക്ക് പല രീതിയിൽ അത് സേവ് ചെയ്ത് വെക്കാനും കൂടുതൽ അതിൻ്റെ അകത്തുള്ള ടൂളിന്റെ ഓപ്ഷൻസും ഒക്കെ കമ്പ്യൂട്ടറിലാണ് കൂടുതൽ കാണുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഈ ടൂളുകൾ നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ആയിക്കോട്ടെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താ ഈ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാട്സാപ്പ് നിങ്ങളുടെ ഫോണിലുണ്ട്, ഗൂഗിൾ പേ ഫോണിലുണ്ട്, അങ്ങനെ പല ആപ്പുകളും ഉണ്ട്. ഈ ആപ്പുകളെല്ലാം തന്നെ നമ്മുടെ ഫോൺ നമ്പരോ അല്ലെങ്കിൽ മെയിൽ ID ഉപയോഗിച്ചോ ലോഗിൻ ചെയ്താലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേ അവസ്ഥ ഈ AI ടൂളുകളിലും ഉണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ ആകുമ്പോൾ ആൾറെഡി നമ്മൾ ഏത് ആപ്പ് ഉപയോഗിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ആവും. ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ അത് ഇൻസ്റ്റാൾ ആവും. അതായത് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ടിലൂടെ നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൺ ആവുന്നത് കൊണ്ട് നമ്മുടെ ഫോൺ നമ്പറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നുണ്ടല്ലോ. നമ്മുടെ ഫോൺ മാറ്റിയാലും പിന്നെ നമ്മുടെ Gmail ID കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പരെല്ലാം നമ്മുടെ പുതിയ ഫോണിലേക്ക് മാറുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് അറിയാം. അതുപോലെ നമുക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് Gmail-ലൂടെ നമുക്ക് ലോഗിൻ ചെയ്യാം. അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മെയിൽ ID, അത് നിങ്ങളുടെ ക്രോം ബ്രൗസർ എന്ന് പറയുന്നത്, നമ്മുടെ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് ചോദിക്കും. ആ സമയത്ത് അതിനെ നമ്മൾ പെർമിഷൻ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ നമ്മുടെ AI ടൂളുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമാകും. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയെന്ന് തോന്നുന്നു. രണ്ട് കാര്യം, ഒന്ന് ആപ്പുകളുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്,
നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായി? ടൂളായി. ഈ ടൂൾ എന്ന് പറയുന്നതിന് ഇന്ന് ഒരു ദാരിദ്ര്യവുമില്ല. ധാരാളം ടൂളുകൾ ഓരോ ദിവസവും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ടൂളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളുണ്ട്. ഇപ്പോ പടം വരയ്ക്കാനുള്ള ടൂളുകൾ, ഫോട്ടോ ജനറേറ്റ് ചെയ്യാനുള്ള ടൂളുകൾ, അതുപോലെ തന്നെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ, പൊതുവായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ടൂളുകളുണ്ട്. ഈ ടൂളുകളെല്ലാം നമുക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടൂളുകളുണ്ട്. അതാണ് ഈ ടൂളുകൾ കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ടൂൾ എന്നാൽ എന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ടൂളുകൾ ഉപയോഗിക്കുക ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നു. ഒരു ജനറിക് ആയ രീതിയിലാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് സാധാരണ എല്ലാ ആൾക്കാരും. നമ്മൾ ഈ കോഴ്സിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ടൂളിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ചുമ്മാ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള നമുക്ക് ഒരു ധാരണ വേണം. അത് പ്രധാനം. നമ്മുടെ എക്സ്പീരിയൻസുകളും നമ്മുടെ പഠനവും നമ്മുടെ ചിന്തയും ഒക്കെ അതിനകത്ത് വരണം. അതെല്ലാം കൂടെ ഏതുമായി ഇന്റഗ്രേറ്റ് ചെയ്യണം? ഈ ടൂളിൽ കൊടുത്ത് സവിശേഷമായ രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് AI ഉപയോഗിക്കണം. അല്ലെ? അതല്ലേ വേണ്ടത്? യെസ് ഓർ നോ? യെസ്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടൂൾ എന്ന് പറയുന്ന ഈ സാധനം എന്താണ് എന്നതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നമ്മൾ ChatGPT ആണ് ഏറ്റവും ആദ്യം വന്നത്. ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ് ChatGPT തുടങ്ങുന്നത്. ChatGPT വന്നതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ AI ടൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോ ChatGPT എന്ന് പറയുന്ന ആ ഒരു AI ടൂളാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഇത് കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലായാലും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് ഇതിരിക്കുന്നത് ChatGPT. അപ്പോ സാധാരണ ഏത് AI ടൂളുകൾ പോയാലും അതിന്റെ എല്ലാം പൊതു സ്വഭാവം ഈ രീതിയിൽ തന്നെ ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ പോലെ വളരെ ലളിതമായ ഒരു കാര്യമാണ്. വളരെ സങ്കീർണതകളൊന്നും ഇല്ലാത്ത ഒരു സംഭവം. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ ഗൂഗിളിലെ സെർച്ച് ബോക്സ് പോലെ ഇവിടെ ഒരു ബോക്സ് കാണുന്നുണ്ട്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. കാരണം പലരും ഇത് ഉപയോഗിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. അപ്പൊ അവർക്കിത് അല്പം എന്താണ് ബോറിംഗ് ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ കാണുന്ന ഈ ഭാഗം, ഇതിനെ പറയുന്നത് ചാറ്റ് ബോട്ട് എന്നാണ്. ചാറ്റ് ബോട്ട്. എന്താ ഈ ചാറ്റ് ബോട്ട്? ഈ ചാറ്റ് എന്ന് പറയുന്നത് AI-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചാറ്റ് എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാമോ? ചാറ്റ് സംസാരിക്കുക. വെരി ഗുഡ്. സംസാരിക്കുക. സല്ലാപം, മലയാളത്തിൽ മനോഹരമായ ഒരു വാക്കുണ്ട് ചാറ്റിന്, സല്ലാപം. നമുക്ക് ഏറ്റവും ഇഷ്ടം സംസാരിച്ചിരിക്കാനാണ്. മറ്റൊരാളുമായിട്ട് സംസാരിച്ചിരിക്കാൻ, ഒരു ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചിരിക്കാൻ. എങ്ങനെയാ സംസാരിച്ചിരിക്കുക? നമ്മളൊരു കാര്യം പറയുന്നു, കേട്ടോണ്ടിരിക്കുന്ന ആൾ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്നു, അയാളുടെ അറിവുകൾ തിരിച്ചു പങ്കുവയ്ക്കുന്നു.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നതിനെയാണ് നമ്മൾ സംഭാഷണമെന്നും സല്ലാപമെന്നും സംസാരമെന്നൊക്കെ പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റയ്ക്കിരിക്കാൻ ആർക്കും ഇഷ്ടമില്ല, അല്ലെ? സംസാരിച്ചിരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഏറ്റവും പ്രയോജനപ്പെടും. ആ മനുഷ്യന്റെ ഏറ്റവും രസകരമായ ആ ഒരു ശൈലി, ആ ഒരു രീതി തന്നെയാണ് എവിടെയും വരുന്നത്, AI-യിലും വരുന്നത്. സല്ലാപം, സംസാരിക്കുക, അതാണ് ഈ ചാറ്റ്. അപ്പോ ഞാൻ AI ഞാൻ പറയുന്നു, AI കേൾക്കുന്നു, അല്ലെങ്കിൽ AI-യോട് ചോദിക്കുന്നു, AI തിരിച്ചു പറയുന്നു. അതെല്ലാം ഇവിടെ വരുന്നതാണ് ചാറ്റ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യമാണ് ചാറ്റ്. തിരിച്ച് നമ്മൾ കാര്യം ചോദിക്കുമ്പോൾ അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോണ്ട് ചെയ്യുന്ന തൊട്ട് താഴെ വരും. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും, വീണ്ടും തിരിച്ചു പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ചാറ്റ് എന്ന് പറയുന്ന ഈ ചാറ്റ് ബോട്ട്. ഈ ചാറ്റ് ബോട്ടില് ഒരു പ്ലസ് മാർക്ക് ഉണ്ട്. ഈ പ്ലസ് മാർക്കിനെ കുറിച്ച് നമ്മൾ പിന്നെ ഗൗരവമായിട്ട് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഇമേജുകളോ ഫയലുകളോ ഒക്കെ കൊടുക്കണമെങ്കിൽ, നമ്മളൊരു പടമോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്ലസ് മാർക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. അതെയോ ഫോൺ ശ്രീനിവാസൻ സാറിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ശ്രീനിവാസൻ. ഓക്കെ. ഈ നമ്മൾ ഈ ഇവിടെ ഒരു മൈക്കുണ്ട്. ഈ മൈക്കിലൂടെ നമുക്ക് പറയാം. ഇനി ഇത് ഇവിടെ ഒരു കറുത്ത ബട്ടണിൽ ഒരു വേവ് കാണുന്നുണ്ട്. ഇത് വോയിസ് ഇന്റർഫേസ് ആണ്. സംസാരിക്കാം. നമ്മൾ അങ്ങോട്ട് വർത്തമാനം പറയുമ്പോൾ തിരിച്ച് ശബ്ദത്തിൽ തന്നെ തിരിച്ചും ഉത്തരം പറയും. അപ്പൊ ഇപ്പൊ ചാറ്റ് ജിപിടിയില് ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ജെമിനിയോ നമ്മൾ മറ്റ് ടൂളുകളിലേക്കൊക്കെ പോകുമ്പോൾ, ചാറ്റ് ജിപിടിക്ക് പുറമേ മറ്റു ടൂളുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ വോയിസ് മോഡ് മലയാളത്തിൽ വർക്ക് ചെയ്യണമെന്നില്ല. മലയാളത്തിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ വോയിസ് ടു ടെക്സ്റ്റ് ഈ മൈക്ക് ഉപയോഗിച്ച് ഉള്ള കാര്യം വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ നമുക്ക് 3 രീതിയിൽ കാര്യങ്ങൾ കൊടുക്കാം. നമുക്ക് ഇവിടെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ മൈക്ക് ഉപയോഗിച്ച് നമുക്ക് പറയുമ്പോൾ അതിനെ വോയിസിനെ ടെക്സ്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടെ വരും. പിന്നെ വോയിസ് ഇന്റർഫേസ് വരും. അപ്പൊ ഇവിടെ നമ്മൾ കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഒരു സബ്മിറ്റ് ബട്ടൺ വരും. ആ സബ്മിറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തതിന് ഉള്ള പ്രതികരണം വരും. അപ്പൊ നമ്മൾ ഈ ചാറ്റ് ബോട്ടിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ നിർദ്ദേശത്തെ പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം ചോദ്യമാവാം, നമ്മൾ ഒരു ഉപദേശം തേടുന്നതാവാം, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി തരുന്നതാവാം, ഒരു കഥയോ കവിതയോ എഴുതി തരാനുള്ള നിർദ്ദേശമോ, അങ്ങനെ എന്ത് നിർദ്ദേശമാവാം. ചോദ്യം മാത്രമല്ല, ആ നിർദ്ദേശത്തെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഇടമാണ് ഈ ചാറ്റ്. ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇതിന്റെ ഒരു സാധ്യത നമ്മൾ കാണുന്നത് എങ്ങനെയാ, നമ്മുടെ മാതൃഭാഷ. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാതൃഭാഷ, ചിലപ്പോൾ മാതൃഭാഷ പോലെ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ അറിയാന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷാണ് അവരുടെ മാതൃഭാഷ. ഇംഗ്ലീഷിൽ നമുക്ക് ഇവിടെ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല എല്ലാവർക്കും. അപ്പൊ നമ്മൾ മലയാളത്തിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഒരു മാർക്ക് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണ്ട, മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിയാലോ, അല്ലേ? നമ്മൾ സാധാരണ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ആ മംഗ്ലീഷിൽ പറഞ്ഞാലും AI ജനറേറ്റ് ചെയ്ത് തരും. ഇനി ഇതാ ഇവിടെ മൈക്കിലൂടെ നമ്മൾ മലയാളം പറഞ്ഞാൽ ചാറ്റ് ജിപിടിക്ക് മലയാളം അറിയാം, മറ്റു പല ടൂളുകൾക്കും മലയാളം അറിയില്ല. അപ്പോ ചാറ്റ് ജിപിടി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ചോദിക്കാം. ഇത് വോയിസ് ഇന്റർഫേസ്, വോയിസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചാറ്റ് ജിപിടിയോട് നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും ഒരു കാര്യം
ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ സാർ? നമ്മുടെ ക്വിക്ക് റെസ്പോണ്ടൻസ് സാർ, പെട്ടെന്ന് ഒരു കാര്യം പറയാമോ? നമ്മളെ ഈ ഓക്കെ, ആരെങ്കിലും പെട്ടെന്ന്, സമയമില്ല, നമുക്ക് വളരെ പെട്ടെന്നാണ് നമ്മൾ ക്വിക്ക് റെസ്പോണ്ടന്റ് പറയുന്നത്. സാർ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നമുക്ക് ഇന്ന് കേരളത്തിൽ, നാളെ കേരളത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? എന്ത് നമുക്ക് ഇതിനകത്ത് ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ഈ മൈക്കിലൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. നാളെ കേരളത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? ആ ടിക്ക് മാർക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നാളെ കേരളത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? ചോദ്യചിഹ്നത്തോടു കൂടി വന്നു. ഇനി ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ്, ഈ വന്നതാണ് പ്രോംപ്റ്റ്, ഈ പ്രോംപ്റ്റിനെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ ആണ് ഇതാ ഇവിടെ ഇപ്പോൾ വന്നത്. പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ മാത്രമേ ഈ സബ്മിറ്റ് ബട്ടൺ വരുള്ളൂ. ആ സബ്മിറ്റ് ബട്ടൺ ഒരു കറുത്ത ഒരു വൃത്തത്തിൽ ഒരു വെളുത്ത ആരോ അല്ലെ? അപ്പൊ അവിടെ സെൻഡ് പ്രോംപ്റ്റ് എന്ന് കാണാം. ഈ സബ്മിറ്റ് ബട്ടൺ സെൻഡ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോ നാളെ 2026 ജൂലൈ 30 കേരളത്തിൽ പല ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശക്തമായതാൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സോഴ്സും ഒക്കെ കൂടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാ വന്നത്? നമ്മൾ പറയുന്ന കാര്യം ടെക്സ്റ്റ്, വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാനുള്ള ബട്ടൺ എവിടെയുണ്ട്? നമ്മുടെ ചാറ്റ് ബോട്ടിലുണ്ട്. ആ ചാറ്റ് ബോട്ടിലുള്ള ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് കണ്ടതാ ഈ കാണുന്നതാണ്. ഈ ബട്ടൺ അമർത്തിയിട്ടാണ് നമ്മൾ ചോദിച്ചത്. ഫോണിലെ മൊബൈൽ ആപ്പിലും ഈ സംവിധാനം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. കേരളത്തിൽ എത്ര നദികളുണ്ട് എന്ന് നമുക്ക് ചോദിക്കണം. അപ്പോ ഈ വോയിസ് ടു ടെസ്റ്റ് അല്ലാതെ നമുക്ക് മംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാം, കേരളത്തിൽ എത്ര ഉണ്ട്? മംഗ്ലീഷിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോ അതും നമുക്ക് ജനറേറ്റ് ചെയ്ത്, അപ്പൊ മംഗ്ലീഷിൽ ചോദിച്ചാലും മതി. ഇതൊരു പ്രോപ്പറായ രീതിയല്ല എങ്കിലും നമുക്ക് അത്യാവശ്യം ഈ രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇത് എല്ലായിടത്തും വർക്കാവണമെന്നില്ല കേട്ടോ. ChatGPT, ജെമിനി പോലുള്ള മുൻനിര AI ടൂളുകളിൽ മാത്രമേ ഈ മംഗ്ലീഷിലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ കേരളത്തിൽ എത്ര നദികളുണ്ട് എന്ന് നമ്മൾ മംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് വന്നു. അങ്ങനെയും നമുക്ക് ഈ കാര്യം ഉപയോഗിക്കാം. ഇനി വോയിസ് മോഡ്, ഈ കാണുന്നതാണ് വോയിസ് മോഡ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം മനസ്സിലാക്കി വോയിസ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിയാലോ. ഇതെല്ലാം എപ്പോഴും വ്യക്തമാവണമെന്നില്ല. ഞാൻ മലയാളത്തിൽ ചോദിച്ചാൽ എനിക്ക് മലയാളത്തിൽ ഉത്തരം തരുമോ? പൊന്നെ, നിങ്ങൾ മലയാളത്തിൽ ചോദിച്ചാൽ ഞാൻ മലയാളത്തിൽ തന്നെ ഉത്തരം നൽകും. ചോദിക്കൂ. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഠിനമായ ചൂടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്താണ്? ശരിയാ, ഒരു നിമിഷം. ഞാൻ നിലവിലെ കാലാവസ്ഥാ പ്രവണതകളും റിപ്പോർട്ടുകളും പരിശോധിച്ച് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ ചൂടിന് പ്രധാന കാരണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമായതും മേഘാവരണം കുറയുകയും ചെയ്തതാണ്. ഇതിനു പുറമെ ഉയർന്ന ഈർപ്പം കാരണം അനുഭവപ്പെടുന്ന ചൂടും കൂടിയിട്ടുണ്ട്. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് പോലെ എൽ നീനോ പോലുള്ള ഘടകങ്ങളും ദീർഘകാലത്തുള്ള കാലാവസ്ഥാ വ്യതിയാനവും ഇതിന് പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ മൺസൂൺ വീണ്ടും ശക്തിപ്പെട്ടാൽ മഴ കൂടുകയും ഈ ചൂട് കുറയാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോ നമുക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ വോയിസ് ടു ടെക്സ്റ്റ്,
വോയിസ് ഇന്റർഫേസ്, മംഗ്ലീഷ്. ഇനി നമുക്ക് മലയാളത്തിൽ കൊടുക്കണം. മലയാളത്തിൽ നമ്മൾ വിശദമായി ഒരു കാര്യം കൊടുക്കണം. നമ്മൾ ഇതൊക്കെ വളരെ ലളിതമായി നമ്മൾ ഏറ്റവും ഗംഭീരമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? AI ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കിയതിനേക്കാളും വലിയ നേട്ടങ്ങൾ വരുന്ന 2-3 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കുക എന്ന വലിയൊരു ദൗത്യത്തോടു കൂടിയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോ നമുക്ക് വളരെ സങ്കീർണമായ കാര്യങ്ങളൊക്കെ ഇതിനോട് ചോദിക്കണം. അപ്പോ 1-2 വാക്കുകൾ നമുക്ക് വോയിസ് ടു ടെസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ദീർഘമായ രീതിയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് അത് ഇവിടെ ടെക്സ്റ്റ് രൂപത്തിൽ ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മലയാളം ടൈപ്പിംഗ് പഠിക്കണം. ഫോണിലൊക്കെ ആണെങ്കിൽ പല ടൂളുകളുണ്ട്. അതായത് ഗൂഗിളിന്റെ തന്നെ Gboard നമ്മുടെ ഇൻപുട്ട് ടൂൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്റ്റ് ആവും. പിന്നെ മംഗ്ലീഷിൽ വോയിസ് ടു ടെസ്റ്റ് ടൂളുകളുണ്ട്. അങ്ങനെ പല ടൂളുകൾ നമ്മുടെ ഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കമ്പ്യൂട്ടറാണ് നമുക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനും പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ലളിതമായ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിലെ ഗൂഗിൾ നമുക്ക് സുപരിചിതമായ ഗൂഗിൾ ആണ്. ആ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട് ഗൂഗിളിൽ. ആ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ടൂളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് തരും. അപ്പോ എങ്ങനെയാ നമ്മൾ എടുക്കുന്നത്? നമ്മൾ എവിടെ പോകുന്നു? ഗൂഗിളിൽ പോകുന്നു. ഗൂഗിളിലെ ഗൂഗിളാണ്. ഈ ഗൂഗിളിൽ ഇവിടെ 9 ബട്ടണുകളുണ്ട്. ഈ 9 ബട്ടണുകളിൽ ഒന്ന് അമർത്തി കഴിയുമ്പോൾ, ഇത് ഗൂഗിളിന്റെ ടൂൾസ് ആണ്. ഈ 9 ബട്ടണിൽ ഒന്ന് അമർത്തി കഴിയുമ്പോൾ ഗൂഗിളിന്റെ ടൂൾസ് ഇവിടെ വരും. അതിൽ ഈ കാണുന്ന ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ കാണും. ട്രാൻസ്ലേഷൻ ഉള്ളതാണ്. നമ്മൾ തൽക്കാലം വോയിസ് ടു ടെസ്റ്റ് ആക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. കണ്ടോ? ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. ഇവിടെ ആദ്യം നമ്മൾ ഭാഷ സെലക്ട് ചെയ്യണം. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്. നമുക്ക് മലയാളമാണ് വേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ മലയാളം സെലക്ട് ചെയ്യണം. മലയാളം സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ബട്ടൺ ഒരു മൈക്കിന്റെ സിമ്പൽ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മൈക്കിന്റെ സിമ്പൽ ഒരു റൗണ്ട് ആയിട്ട് മാറും, ഒരു വൃത്തവയവായിട്ട് മാറും. എന്നിട്ട് നമ്മൾ അങ്ങ് സംസാരിച്ചു തുടങ്ങിയാൽ മതി. സംസാരിക്കുന്ന എല്ലാം എഴുതണം. ഞാൻ ചില കാര്യങ്ങൾ ChatGPT-യോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് എഴുതി തരണം, വേഗത്തിൽ എഴുതി തരണം, തെറ്റില്ലാതെ എഴുതി തരണം, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ കഴിയണം. അങ്ങനെ എന്തും വേഗത്തിൽ എഴുതാൻ താങ്കൾക്ക് കഴിയുമെന്ന് തോന്നുന്നു. ഞാൻ വളരെ വേഗത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേഗത്തിൽ സംസാരിക്കുന്നു. അത്രയും വേഗത്തിൽ താങ്കൾക്ക് എഴുതാൻ കഴിയുമല്ലോ. അപ്പൊ നമ്മൾ എത്ര വേഗത്തിൽ പറഞ്ഞാലും ആ വേഗത്തിൽ എന്ത് ചെയ്യും? ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് ആക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്തൊന്ന് എഡിറ്റ് ചെയ്യണം. ചിഹ്നങ്ങളൊക്കെ കൊടുത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ നമ്മൾ കോപ്പി ചെയ്ത് എവിടെ കൊടുക്കുന്നു? കോപ്പി ചെയ്ത് ChatGPT-യിലോ ജെമിനിയിലോ അവിടെ നമ്മുടെ ചാറ്റ് ബോട്ടിൽ നമ്മൾ നിർദ്ദേശമായിട്ട് പ്രോംപ്റ്റ് ആയിട്ട് ഇത് കൊടുക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ചെറിയ പരിമിതിയുണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും തിരുത്തണം. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് എഴുതി തരണം. വീണ്ടും ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. വേഗത്തിൽ എഴുതി തരണം, തെറ്റില്ലാതെ എഴുതി തരണം, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ കഴിയണം. അങ്ങനെ എന്നുള്ളത് എനിക്ക് വേണ്ട എന്നുള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. എന്തും വേഗത്തിൽ എഴുതാൻ താങ്കൾക്ക് കഴിയുമെന്ന് തോന്നുന്നു. ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഞാൻ വളരെ വേഗത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വേഗത്തിൽ ഇനി
ഞാൻ പതുക്കെ സംസാരിച്ചാലും എനിക്ക് എഴുതണം എന്ന് ഇവിടെ വേണമെങ്കിൽ എന്നെ എഴുതി തുടങ്ങണം. എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഇതിന് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇവിടെ പതുക്കെ സംസാരിച്ചാൽ ഇവിടെ മൈക്ക് ഓൺ ചെയ്യാൻ പതുക്കെ സംസാരിച്ചാലും എഴുതി തരണം എന്ന് എഴുതാൻ വേണ്ടി ഞാനിവിടെ ഇവിടെ ഞാൻ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്നറിയോ? നേരത്തെ എഴുതിയതെല്ലാം അങ്ങ് പോകും. നേരത്തെ എഴുതിയതെല്ലാം പോകും. അത് ഇതിന്റെ ഒരു പരിമിതിയാണ്. നേരത്തെ എഴുതിയ കാര്യങ്ങളെല്ലാം പോകും. അപ്പോ നമുക്ക് ഇത് അപ്പൊ ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വലിയ പ്രയാസമാണ് അല്ലേ? അപ്പൊ നമുക്ക് വേറൊരു ടൂള് ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇംഗ്ലീഷ് വാക്കുകൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ കൊടുക്കാം, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം, അത് പാസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇപ്പൊ കുറച്ച് ഭാഗം ഇപ്പൊ പറഞ്ഞ് പിന്നെ നാളെ വരെയാണെങ്കിൽ ബാക്കി നാളെ അതിനോട് കൂട്ടിച്ചേർക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനും ഒപ്പം നമുക്ക് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും കൂടെ പറ്റുന്ന രീതിയിലുള്ള ടൂളാണ്. അത്യാവശ്യം ഒരു കത്തൊക്കെ തയ്യാറാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് തയ്യാറാക്കണമെങ്കിലോ ഒക്കെ അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കൂടെ വോയിസ് ടു ടെക്സ്റ്റ് ആക്കാനും ഫോർമാറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ടൂളാണ്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ടൂള് ഞാൻ പറഞ്ഞു തരാണ്. ഒരു ടൂൾ നമ്മളിപ്പോ ഇതുവരെ നമ്മൾ നോക്കിയത് എങ്ങനെ ഒരു AI ടൂളിൽ കാര്യങ്ങൾ കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കുന്ന ഒരു പുതിയ ടൂൾ, അത് AI ടൂളുകളൊന്നും അല്ല, അത് നമുക്ക് വോയിസിനെ ടെക്സ്റ്റ് ആക്കാനും ഫോർമാറ്റ് ആക്കാനും പറ്റുന്ന ടൂളാണ്. നമുക്ക് AI പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിന്റെ ഔട്ട്പുട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് എടുക്കണം. അതിനൊക്കെ സഹായിക്കുന്ന ഒരു ടൂളാണ് അതിന്റെ പേര് Manglish.app എന്ന Manglish.app. Manglish.app ഇതാണ് Manglish.app. അത് കമ്പ്യൂട്ടറിലാണ് കിട്ടുന്നത്. നിങ്ങൾ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൊബൈലിലെ ബ്രൗസർ, അതായത് ക്രോം നിങ്ങൾക്ക് അറിയാലോ. ക്രോം എന്ന ബ്രൗസറിൽ പോയിട്ട് Manglish.app എടുത്താൽ മതി. Manglish.app. ഇത് വളരെയധികം പ്രയോജനമുള്ള സാധനമാണ്. ഒരുപാട് പ്രയോജനമുള്ള കാര്യമാണ്. ഈ പ്രയോജനം എന്ന് പറയുന്നത്, ഒന്ന്, ഇത് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ഇത് പറയുകയും നിർത്തുകയും വീണ്ടും പറയുകയും ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ കൊടുക്കാൻ പറ്റും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് Manglish.app. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ഡോക്യുമെന്റ് ഒക്കെ ആണെങ്കിൽ, ഒരു കത്തൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ അതിനെ PDF ആയിട്ട് സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ ഈ ടൂള് എന്ന് പറയുന്ന Manglish.app എന്ന് മാത്രം കൊടുത്താൽ മതി. Manglish.app MANGLISH.app. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് തരും, ഒപ്പം ഒരു നോട്ടും തരും. ഈ Manglish.app-ന്റെ ലിങ്ക് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നോട്ടും തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ Manglish.app-ല് നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെ വോയിസ് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മൈക്ക് ഇവിടെ ഉണ്ട്. ഇനി രണ്ട് രീതിയിൽ നമുക്ക് വോയിസ് ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷും വോയിസ് ടൈപ്പ് ചെയ്യാം, മലയാളം വോയിസ് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ മലയാളമാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് മലയാളത്തിൽ പറയാം. ഇവിടെ ഇംഗ്ലീഷ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് ആക്റ്റീവ് ആക്കുക. ഓക്കെ, അപ്പോ ഞാനിവിടെ മലയാളമാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത്. മലയാളത്തിൽ ഞാൻ വോയിസ് ടൈപ്പിംഗ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സ്പീക്ക് എന്ന് പറഞ്ഞ വാക്ക് കാണുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം ആ സ്പീക്ക് എന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഇപ്പൊ വോയിസ് ടൈപ്പിംഗ് ആണ് അവിടെ സ്പീക്ക്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് Manglish.app-ൽ തെറ്റുകളില്ലാതെ വേഗത്തിലും ടൈപ്പ് ചെയ്യും. ഞാനിപ്പോൾ നിർത്തുന്നു. ഞാൻ നിർത്തി. അപ്പോൾ എനിക്ക് ഇനി ഇവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് ഇനി വീണ്ടും എനിക്ക് ഒരു ഇംഗ്ലീഷ് വാക്ക് കൊടുക്കണം. ഹലോ, ഗുഡ് മോർണിംഗ്.
ഇംഗ്ലീഷ് കൊടുത്തിട്ട് വോയിസ് ടൈപ്പിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. അവിടെ ഇംഗ്ലീഷ് വന്നു. നമസ്കാരം. മലയാളം കൊടുത്തിട്ട് നമ്മൾ എന്തിനാ വോയിസ് ടൈപ്പിംഗ്, മലയാളം സെലക്ട് ചെയ്തിട്ട് വോയിസ് ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്യുന്നു. നമസ്കാരം, ഇന്നത്തെ പ്രഭാതം നന്നായിരിക്കട്ടെ. അപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. Manglish.app ൽ തെറ്റുകളില്ലാത്ത വേഗത്തിൽ ടൈപ്പ് ചെയ്ത് എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ നിർത്തുന്നു. എനിക്കിപ്പോൾ ടൈപ്പ് ചെയ്യും. ഞാൻ ഇപ്പോൾ നിർത്തുന്നു. ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് ഇവിടെ നിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരും, അല്പസമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മലയാളം ഇവിടെ ആക്റ്റീവ് ആണ്. വോയിസ് ടൈപ്പിംഗ് ഇവിടെ മൗസ് പോയിന്റർ ഇതാണ്ടോ, കട്സർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നമ്മൾ വീണ്ടും വോയിസ് ടൈപ്പിംഗ് ആക്റ്റീവ് ആക്കുന്നു. അല്പസമയത്തിന് ശേഷം ഞാൻ വീണ്ടും വരും. ഓഫ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സംസാരിച്ച് ഇടയിൽ ഇംഗ്ലീഷ് കൊടുത്ത് തെറ്റ് വരുന്ന ഭാഗങ്ങൾ തിരുത്തി, അത് വോയിസ് കൊണ്ട് തന്നെ തിരുത്തി നമുക്ക് ഒരു സാധനം ടൈപ്പ് ചെയ്യാം. നിർദ്ദേശങ്ങളെ ടൈപ്പ് ചെയ്ത് ആ നിർദ്ദേശങ്ങളെ നമുക്ക് കോപ്പി എടുത്ത് AI കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അതൊന്ന്. രണ്ട്, നമ്മൾ AI ജനറേറ്റ് ചെയ്ത ഒരു സാധനത്തെ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ ഫോർമാറ്റിംഗ് ചെയ്യാം. അപ്പോ എനിക്ക് ഈ ഒരു ഈ ഒരു ഭാഗം ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എനിക്കൊരു ടൈറ്റിൽ ആക്കണം, ഹെഡിങ് ആക്കണം. എങ്കിൽ ഇതിനെ വേറൊരു ഫോണ്ടിൽ, മനോഹരമായ ഫോണ്ടിൽ മാറ്റണം. അതായത് നമ്മൾ വേർഡിലും പേജ് മേക്കർ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ഭാഗത്താണ് ഫോണ്ടുകൾ ഉള്ളത്. പലതരത്തിലുള്ള ഫോണ്ടുകളുണ്ട്. ദ്യുതി, അങ്ങനെയൊക്കെയുള്ള പല ഫോണ്ടുകളുണ്ട്. ദ്യുതി എന്ന് പറയുന്ന ഫോണ്ട് ബോൾഡ് ഫോണ്ടാണ്, ദ്യുതിയാക്കി. ഇതിനെ എനിക്കിന്ന് വലുതാക്കണം. ഇവിടെ ഫോണ്ട് സൈസ് 24 വലുതാക്കി. എനിക്ക് ഈ ഫോണ്ടിന്റെ കളർ മാറ്റണം. ഇവിടെ കളർ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഞാനിത് ചുവന്ന കളർ കൊടുത്തു. എനിക്കിതിനെ സെൻട്രൽ അലൈൻമെന്റ് ആക്കണം. അലൈൻമെന്റിനുള്ള സ്ഥലമുണ്ട്, സെൻട്രൽ അലൈൻമെന്റ് ആക്കി. ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് ഇത് ഫോർമാറ്റ് ചെയ്യാം അല്ലെ. ഇത്രയും ഭാഗം ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ട് പോലെ ആക്കണം. ചിലങ്ക എന്ന് പറയുന്ന ഫോണ്ട് ഉണ്ട്. അപ്പോ അത് ഹാൻഡ് റൈറ്റിംഗ് ആയി, ഇംഗ്ലീഷ് വരെ ഹാൻഡ് റൈറ്റിംഗിലായി. ഇതിനെ എനിക്ക് വലുതാക്കണം. ഫോണ്ട് സൈസ് ഞാൻ 16 ആക്കി. ഇതിൽ ഇംഗ്ലീഷ് ഭാഗം ബോൾഡ് ആക്കണം. ഞാൻ ഇവിടെ ബോൾഡ് ആക്കി. നമസ്കാരം ബോൾഡ് ആക്കണം. ഞാൻ ബോൾഡ് ആക്കി. എന്നിട്ട് ഇതിനെ കളർ ചെയ്യണം. ഇതിനെ നമുക്കൊരു നീല കളർ കൊടുക്കണം. ഞാൻ നീല കളർ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതിനെ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ പ്രിന്റ്, നിങ്ങളുടെ പ്രിന്റ് കൊടുത്താൽ ഇവിടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ആവാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് PDF ആയിട്ടും ഇതിനെ സേവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ നോക്കിയ കാര്യം നമുക്കൊരു AI ടൂൾ അല്ല. നമ്മൾ AI ജനറേറ്റ് ചെയ്ത ഒരു സാധനം, ഒരു കത്ത് AI ജനറേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ആ ജനറേറ്റ് ചെയ്ത കത്തിനെ ഫോർമാറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കത്താക്കി മാറ്റാൻ, അതിനെ കുറച്ചുകൂടി മനോഹരമാക്കാൻ ഒക്കെ നമുക്ക് ഇവിടെ ഇത് സഹായിക്കും. അപ്പൊ നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്കത് വീണ്ടും നമുക്ക് ഇവിടെ വന്ന് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിയത് എന്തിനു വേണ്ടിയാ? നമുക്ക് മലയാളവും ഇംഗ്ലീഷും കൂടെ ചേർത്ത് AI കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യത്തിന്റെ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് ഏത് Manglish.app. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. മനസ്സിലായില്ല എങ്കിൽ ചോദിക്കണം. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇല്ലെങ്കിൽ ഈ തംസ് ഡൗൺ സിമ്പൽ കാണിച്ചാലും മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നുകൂടെ
ലളിതമാക്കി പറയാം. ഓക്കെ ഓക്കെ, ക്ലിയറായി. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. ഇനി നമ്മൾ അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിലേക്ക് വീണ്ടും പറയാണ്. AI തിങ്കിങ്. നമ്മൾ നോക്കിയത് ഒരു AI ടൂൾ പരിചയപ്പെട്ടു. അതിനകത്ത് പ്രോംപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ആ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കി. അതിൽ ഏറ്റവും അവസാനം മലയാളവും ഇംഗ്ലീഷും, ഇംഗ്ലീഷ് നോക്കി. ഇതെല്ലാം ആരുടെയോ ഫോൺ ഓണാണ്. അത് മൈക്ക് സംസാരിക്കുന്ന സമയത്ത് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ചോദിക്കാം കേട്ടോ. സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരെ. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് AI തിങ്കിങ്ങിനെ കുറിച്ചാണ് അല്ലേ? അപ്പോ ഈ പലതരത്തിലുള്ള ടൂളുകളുണ്ട്, ധാരാളം ടൂളുകളുണ്ട്. നിങ്ങൾക്ക് സുപരിചിതമായ ജെമിനി, ക്ലൗഡ്, പെർപ്ലക്സിറ്റി, ഇതെല്ലാം ടൂളുകളാണ്. ഈ ടൂളുകൾ കൊണ്ട് നമുക്ക് എന്താ ചെയ്യുന്നത്? ഇപ്പോ ക്യാൻവ എന്ന് പറയുന്ന ടൂളുണ്ട്. ആ ക്യാൻവ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം. അപ്പൊ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക എന്നൊരു ദൗത്യമാണ് ക്യാൻവ അല്ലെ, ടൂൾ. ഇനി ഗാമ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ഗാമ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാം. ഇനി ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. വലിയ ഡോക്യുമെന്റുകൾ നമുക്ക് നോക്കാം. ഇനി നോട്ട്ബുക്ക് ML എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ധാരാളം സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ, യൂട്യൂബിൽ നിന്നുള്ള വിവരം, വെബ്സൈറ്റിൽ നിന്നുള്ള വിവരം, PDF ആയിട്ടുള്ള നമ്മളെ വിവരങ്ങൾ, ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വിവരങ്ങൾ, ഇങ്ങനെ ഉള്ള ധാരാളം വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്നുള്ള വിവരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്കൊരു ഗവേഷണം നടത്താം. അതിന് നോട്ട്ബുക്ക് ML. ഇങ്ങനെ കോപൈലറ്റ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. വേർഡ്, എക്സൽ, പവർ പോയിന്റുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആണ് കോപൈലറ്റ് എന്ന് പറയുന്ന ടൂൾ. ഇങ്ങനെ പല ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ടൂളുകളുണ്ട്. ഇതാണ് ടൂളുകൾ. ഈ ടൂളുകൾക്കെല്ലാം ഓരോ ദൗത്യമുണ്ട് അല്ലെ. അപ്പൊ DeepL എന്ന് പറഞ്ഞ ടൂളുണ്ട്. ആ ടൂൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു PDF ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ പറയുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അങ്ങനെ വിവിധങ്ങളായ ടൂളുകളുണ്ട്. അങ്ങനെ ധാരാളം ടൂളുകൾ നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അതാണ് ടൂളുകളും ആ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഇനി എന്താണ് തിങ്കിങ്? AI തിങ്കിങ്, അതായത് നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് പേപ്പറും പെയിന്റും കളറും ബ്രഷും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ചിത്രം വരയ്ക്കും. എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപോലെ ചിത്രം വരയ്ക്കില്ല. പടം വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളുടെ ഈ പേപ്പറും കളറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഒരു ചിത്രം വരയ്ക്കില്ല. വേറെ എന്തെങ്കിലും വരയ്ക്കും, ഒരു അർത്ഥമുള്ള ഒരു ചിത്രം, ആകർഷകമായ ഒരു സാധനം വരയ്ക്കില്ല. അപ്പോൾ നമുക്കൊരു സ്കില്ല് വേണം അല്ലെ, ഒരു സ്കിൽ വേണം. ആ ഒരു സ്കില്ല് നമുക്ക് വേണമെന്നില്ല. അവിടെയാണ് AI-യുടെ പ്രത്യേകത. നമുക്കൊരു പടം വരയ്ക്കണമെങ്കിൽ ഒരു സ്കില്ല് വേണം. നമുക്ക് സ്കില്ലില്ല. പക്ഷേ പടം വരയ്ക്കാനുള്ള സ്കില്ലില്ല. പടം എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, നമുക്കൊരു ചിന്തയുണ്ട്. പടം ഈ രീതിയിലുള്ള പടമാണ്. ആ പടം എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് AI-യോട് പറഞ്ഞാൽ വലിയൊരു ഏത് ചിത്രകാരനെ പോലെ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ആ ചിത്രകാരന്റെ ശൈലിയിൽ ചിത്രം വരച്ചു തരും. നമുക്ക് മാനേജ്മെന്റ് പഠിച്ചിട്ടില്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ
ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ടിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളൊരു പ്രശ്നം ഉണ്ട്, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പ്രശ്നമുണ്ട്. സ്ഥാപനത്തില് നമ്മൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ നമ്മൾ പല മാർഗങ്ങളിലൊക്കെ നോക്കുന്നുണ്ട്, പരാജയപ്പെടുന്നു. അപ്പോ നമ്മൾ പറയണം, ഞാനൊരു അച്ചാറ് ഇറക്കുന്നുണ്ട്, പ്രാദേശിക വിപണിയിലാണ് വിൽക്കുന്നത്, അത് വിറ്റഴിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഇങ്ങനെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് പഠിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാളിനെ കൊണ്ട് ഇത് വിറ്റഴിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം വേറെ ആയിരിക്കും. റൂറൽ മാർക്കറ്റിംഗിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സാമൂഹ്യ സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഒരു സോഷ്യൽ എന്റർപ്രണർ എന്ന നിലയിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന അച്ചാറ് പ്രാദേശിക വിപണിയിൽ വിറ്റഴിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രശ്നം ആര് പരിഹരിക്കണം, എങ്ങനെ പരിഹരിക്കണം, നമ്മുടെ എക്സ്പീരിയൻസ് അതിനകത്ത് കൊടുക്കണം. ഞാൻ ഇന്ന രീതികളിലൊക്കെ നോക്കിയിട്ടുണ്ട്. എന്റെ കഴിവുകൾ ഇതാണ്, എന്റെ സ്കിൽ ഇതാണ്, എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, എന്റെ സ്കിൽ ഇതാണ്. പക്ഷെ എനിക്കൊരു മടിയുണ്ട്. അപ്പോ എന്റെ നന്നായി സംസാരിക്കാൻ പറ്റുന്ന കഴിവെനിക്കുണ്ട്. പക്ഷെ എന്റെ പ്രോഡക്റ്റില് ലേബലുകൾ തയ്യാറാക്കാൻ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് നല്ല ലേബൽ തയ്യാറാക്കി തരണം. നന്നായി സംസാരിക്കുന്ന ആളാണ്, ആ പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ശരിയല്ല, ഡിസ്ക്രിപ്ഷൻ റെഡിയാക്കണം. ആ രീതിയിൽ എന്റെ സ്കില്ലിനെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ ഗംഭീരമായ ഒരു സാധനമായിരിക്കും വരുന്നത്. അപ്പോ നമ്മുടെ ചിന്തയെ പ്രയോജനപ്പെടുത്തുക എന്നാണ്. ആ ചിന്തയെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തയ്ക്ക് തന്നെ ചില ലിമിറ്റ് വരും. ആ ലിമിറ്റ്, ആ ബാരിയർ, ആ തടസ്സങ്ങളെ പരിഹരിക്കാനും നമുക്ക് ആരെ ഉപയോഗിക്കാം? ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ബുദ്ധിയുടെ പരിമിതികളെയും നമ്മുടെ ബുദ്ധിയുടെ സാധ്യതകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിന്താ പദ്ധതിയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെ? അതിനെയാണ് നമ്മൾ ഈ അത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ, നിർദ്ദേശങ്ങൾ, പല രീതിയിലുള്ള നിർദ്ദേശങ്ങളുടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും വാങ്ങാനും ഒക്കെ പറ്റും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഇത് എയെ പ്രവർത്തിപ്പിക്കാൻ പറ്റണം, ഉപയോഗിപ്പിക്കാൻ, എയെ പണി ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ടൂൾ ചിന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നു, ഒപ്പം മെഷീനെയും കൂടി ചിന്തിക്കുന്നു. അതുകൊണ്ട് ശരിയായ രീതിയിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയണം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഈ തിങ്കിങ്ങിനെ കുറിച്ച് നമ്മളെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നോട്ട് കൂടെ ഉണ്ടാവും. ആ നോട്ട് കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ ആ നോട്ട് ഞാൻ തരാം. അപ്പൊ എനിക്കിത് എല്ലാ കാര്യവും വിശദമായി പറയാനുള്ളൊരു സമയം ഇല്ല. വളരെ സിമ്പിളായി തയ്യാറാക്കിയ ടൂൾ ആൻഡ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു നോട്ടുണ്ട്. ആ നോട്ട് കൂടെ നിങ്ങൾ വായിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാവും, അല്ലേ? AI ടൂള് ജോലി ചെയ്യും, അല്ലെ? അപ്പൊ തീരുമാനം മെച്ചപ്പെടുത്തും, വേഗത കൂട്ടും. AI ടൂള് വേഗത കൂട്ടും, തിങ്കിങ്ങിലൂടെ അതിന്റെ ഗുണനിലവാരം കൂട്ടും, അല്ലെ? AI ടൂളിലൂടെ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കി തരും. പക്ഷെ തിങ്കിങ് കൂടെ അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് സ്ട്രാറ്റജി ഉണ്ടാക്കി തരും. നമുക്ക് ടൂളിലൂടെ ഡേറ്റ കിട്ടും, പക്ഷെ അതിൽ നമ്മൾ തിങ്കിങ് ഇൻപുട്ട് വരുമ്പോൾ അത് ഇൻസൈറ്റ് കണ്ടെത്തി തരും. ഏത് ചോദ്യത്തിന് ഉത്തരം കിട്ടും, പക്ഷെ ശരിയായ ചോദ്യവും ശരിയായ ഉത്തരവും കിട്ടാൻ തിങ്കിങ് ആവശ്യമാണ്. ടൂള് എല്ലാവർക്കും ലഭിക്കും. തിങ്കിങ് രീതിയിലാണെങ്കിലോ അത് നമ്മൾ ശീലിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ, അത് ശീലിച്ചവർക്കും മാത്രമേ പറ്റുള്ളൂ. ടൂൾ ഉപയോഗിച്ച് എളുപ്പമാകും, പക്ഷേ
തിങ്കിങ് കൂടെ എടുക്കുമ്പോൾ അത് വലിയ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ അത് മാറും. അങ്ങനെ ടൂളും തിങ്കിങ്ങും അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു നോട്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ന് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇടാം, അതുകൂടെ ഒന്ന് വായിക്കുക. അപ്പോ നമ്മളുടെ ഇന്നത്തെ ക്ലാസിന്റെ സമയം ഏതാണ്ട് അവസാനിച്ചു വരുന്നു. ഇനി നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം. എന്റെ ശൈലിയിൽ എന്ത് മാറ്റം വരുത്തണമെന്നുള്ള കാര്യം പറയണം. മനസ്സിലായിട്ടുണ്ടോ, അല്ല ഇനി ഇത് ഇന്ന രീതിയിൽ കൂടെ മാറ്റണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് പറയാം. നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണ്. 100% നമ്മുടെ ക്ലാസ്സിൽ 1 മണിക്കൂർ ഉള്ള ക്ലാസ് ആണ്. അതിനകത്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടണം, എല്ലാ ആളിനും ബോധ്യപ്പെടണം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ സാർ, ഈ ടൂളൊക്കെ നമുക്ക് പെയ്ഡ് ആണോ? നമുക്ക് നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, നമുക്ക് ആയിരക്കണക്കിന് ടൂളുകൾ വരുന്നുണ്ട്. ആ ടൂളുകൾ ബഹുഭൂരിപക്ഷവും പെയ്ഡ് ആണ്. പക്ഷെ നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൂളുകളെല്ലാം ഫ്രീ ടൂളുകളാണ്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ മാത്രമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നത്. സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേന്മയിലും വ്യത്യാസം വരില്ല, അതിന്റെ ലിമിറ്റേ വരുള്ളൂ. ഇനി അഡ്വാൻസ് ആയിട്ടുള്ള ടൂളുകളുണ്ട്. പെയ്ഡ് ടൂളുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കുരുട്ട് വിദ്യകളുണ്ട്. ആ കുരുട്ട് വിദ്യകളും നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ChatGPT 5 അല്ലെങ്കിൽ ജെമിനി പ്രോ വെർഷനിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില മാർഗങ്ങളുണ്ട്. അതും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ മാഡം, മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഇനി സാർ നമസ്തേ. വളരെ എഫക്റ്റീവായ ക്ലാസ്സാണ് ഇത്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാർ പറഞ്ഞതുമാതിരി ശൈലിയിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, പക്ഷെ വളരെ ഓപ്പണിംഗ് ആണ്, വളരെ ക്ലിയർ ആണ്. അത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. അടുത്ത. നമസ്തേ സാർ. ഞാൻ ഒരു കോളേജിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എപ്പോഴും അവര് നമ്മുടെ PDF ആക്കി നോട്ട്സ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് അവരുടെ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ 10ഉം 15ഉം പേപ്പറൊക്കെ കാണാറുണ്ട്. അത് ഞാൻ വീട്ടിലിരുന്ന് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിനെ PDF എടുക്കുന്നത് ഇപ്പോൾ കടയിൽ പോയാണ് എടുക്കുന്നത്. അതിനാണ് എനിക്കൊരു സഹായം വേണ്ടി വരിക. അത് എങ്ങനെയാണെന്ന് സാറ് വിശദീകരിച്ചു തരുമല്ലോ. അത് PDF ആക്കി വേണം യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാൻ. എനിക്കത് തന്നെ ചെയ്യാൻ നമ്മുടെ മാഡം ചോദിച്ചത് മനസ്സിലായി. നമുക്കിതൊരു 2 മാസം ദൈർഘ്യമുള്ളതാണ്. നമുക്കിന്ന് പറഞ്ഞത് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് വന്ന ഇപ്പൊ മാഡത്തിന്റെ ആവശ്യവും അതിനപ്പുറമുള്ള കാര്യങ്ങളും ഇതിനകത്ത് നടക്കും. ഇതിന്റെ ഒരു ദിവസത്തെ കോഴ്സ് PDF ആണ്. നമ്മുടെ ഏത് ഡോക്യുമെന്റിനെയും PDF ആക്കാം. PDF ആയിട്ടുള്ള ഡോക്യുമെന്റിനെ നമുക്ക് ഏത് ഫോർമാറ്റിലേക്ക് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം, അതിനെ സമ്മറൈസ് ചെയ്യാം, അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരവെടുക്കാം, അത് എഡിറ്റ് ചെയ്യാം, പിന്നെ PDF പേജുകളിൽ റിമൂവ് ചെയ്യാം, 2 PDF പേജുകളെ എന്ത് ചെയ്യാം, ഒന്ന് കൂട്ടി യോജിപ്പിക്കാം, മെർജ് ചെയ്യാം. PDF-ന് ഏതാണ്ട് 50ഓളം തരത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. സിഗ്നേച്ചർ കൊടുക്കാം, പേജ് നമ്പർ കൊടുക്കാം, വാട്ടർമാർക്ക് എടുക്കാം, വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് PDF എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന AI ടൂളുകളുണ്ട്. ഫോണിൽ തന്നെ ഇല്ലേ സാറേ? ഫോണിലും ചെയ്യാം, നമുക്ക് കമ്പ്യൂട്ടറിലും ചെയ്യാം. ഒത്തിരി ടൂളുകളുണ്ട്. അതെല്ലാം അതാണ് എന്റെ പ്രധാന ആവശ്യം. അതെ, താങ്ക് യു സാർ. ശരി. അത് നമുക്കൊരു 5ാമത്തെ 6ാമത്തെ ക്ലാസ്സുകളിൽ അത് വരും. ഓക്കെ, മതി, തിരക്കില്ല. പഠിക്കാൻ നോക്കണം എന്നൊരു ആഗ്രഹമാണ് എന്നെ ഇതിന് ചേർത്തത്. ഓക്കെ, താങ്ക് യു സാർ. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കൂടെ ചോദിച്ചാൽ നന്നായിരിക്കും. നമുക്കിനി സമയമുണ്ട്, ഒരു 5-6 മിനിറ്റ് കൂടെ എടുക്കാം, 9 മണിയായെങ്കിലും. എന്റെ പ്രധാന ആവശ്യം ഇതായിരുന്നു സാർ. പഠിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ താങ്ക് യു സാർ. ശരി, ഇനി ആർക്കെങ്കിലും ചോദിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, നമുക്കൊരു മടിയുണ്ട്, ചോദിക്കാനൊക്കെ ഉള്ളൊരു മടിയുണ്ട്. അങ്ങനെ ഒരു മടിയല്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന പോലെ ഒന്ന് ചോദിക്കാം. നമ്മളൊരു ഫിഗർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ? എഐയില് നമ്മൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ്
ആ പ്രോംപ്റ്റ് കൊടുക്കുന്ന ആളിന് സ്വന്തമാണ്. കാരണം AI എന്ന് പറയുന്നത് AI ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. അതുപോലെ വേറൊന്നില്ല. നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് അതൊരു ചിത്രമാണെങ്കിൽ ചിത്രം വരുന്നത്. ഒരു കണ്ടന്റ്, ഒരു ലേഖനം എഴുതുന്നുവെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് ലേഖനം എഴുതുന്നത്. അത് നിങ്ങളുടെ പേര് വെച്ച് പ്രസിദ്ധീകരിക്കുക, നിങ്ങളുടേതാണിത്. ഓക്കെ, അത് നമ്മളൊരു ലേഖനം എഴുതിയിട്ട് ഈ ലേഖനം AI ജനറേറ്റ് ചെയ്തതാണെന്നൊന്നും ആരും പറയാറില്ല. ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടവരോ ഫിഗറിന്റെ അടിയിൽ, ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടവരോ ഫിഗറിന്റെ അടിയിൽ. ChatGPT ജെമിനി അത് ഒരു എത്തിക്കൽ ഒരു പ്രശ്നമാണ്. കാരണം വീഡിയോസ്, പല ചിത്രങ്ങളും ഒക്കെ ഫേക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഫേക്ക് സാധനങ്ങൾ വരുന്നത് കൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ അത് AI ഡിക്റ്റേറ്റ് ചെയ്ത് ഇത് AI ഡിക്റ്റേറ്റ് ചെയ്തതാണെന്ന് കാണിക്കുന്നുണ്ട്. ഇത് AI ഡിക്റ്റേറ്റ് ചെയ്തതാണ്, AI ജനറേറ്റ് ചെയ്തതാണെന്ന് അറിയാം. ഇപ്പോ ജെമിനിയിൽ ഒരു ചിത്രം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനിയിലെ വാട്ടർമാർക്ക് അതിനകത്ത് വരും. ഓക്കെ, അത് റിമൂവ് ചെയ്യാനുള്ള മാർഗമുണ്ട്. പക്ഷെ നമ്മൾ ആൾക്കാരെ ഞാൻ നമ്മുടെ ഈ കോഴ്സിനകത്ത് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. എങ്ങനെ ഈ ഇമേജുകൾ ജനറേറ്റ് ചെയ്യുക, വീഡിയോ ജനറേറ്റ് ചെയ്യുക, ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ, അതായത് ദുരുപയോഗം ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ അത് മാത്രം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. വീഡിയോ ഉണ്ടായി എന്താ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയല്ലേ വീഡിയോ ഉണ്ടാക്കുന്നത്? അല്ലാതെ നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി വീഡിയോ ഉണ്ടാക്കാം, അല്ലേ? അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വീഡിയോയും ഇമേജും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഇൻഫോഗ്രാഫിക് ഉണ്ടാക്കാം, വീഡിയോ ഉണ്ടാക്കാം, നമ്മുടെ പ്രചരണത്തിന് വേണ്ടി പോസ്റ്ററുകൾ ഉണ്ടാക്കാം, അതൊക്കെ വേണം. അതല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതിനൊക്കെ നമുക്ക് വാട്ടർമാർക്ക് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. അത് നമ്മുടെ നിർദ്ദേശമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. പ്രോംപ്റ്റിംഗ്, നിർദ്ദേശം, അതാണ് പറയുന്നത്. നമ്മുടെ തിങ്കിങ്ങും AI തിങ്കിങ്ങും ആയിട്ട് കണക്ട് ചെയ്ത് അതിഗംഭീരമായ ഉൽപ്പന്നം, ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. സാർ, ഞാനിപ്പോ ഒരു AI കൊണ്ട് ഒരു ലേഖനം എഴുതിപ്പിക്കുന്നു. അപ്പൊ ഇതേ രീതിയിൽ വേറൊരാളും എഴുതിപ്പിച്ചാല് ഇത് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ടോ സാർ? ഫാക്ട്സ്, വസ്തുതകൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ, അതെല്ലാം യൂണിവേഴ്സൽ ആണ്. അത് ആരെഴുതിയാലും അതേ വസ്തുതകളും ഫാക്ട്സും ഒക്കെ കാണും. പക്ഷെ സെന്റൻസുകൾ മാറ്റം ഉണ്ടായിരിക്കും. ഞാനും കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ കുറിച്ച് ഞാനൊരു ലേഖനം എഴുതുന്നു, സാറും ലേഖനം എഴുതുന്നു. ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ വരുന്ന വസ്തുതകൾ അത് രണ്ടിടത്തും തുല്യമായിരിക്കും. പക്ഷെ അതിനകത്ത് എടുക്കുന്ന ക്രാഫ്റ്റ്, സെന്റൻസുകൾ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ശൈലി, ഇതെല്ലാം വ്യത്യാസമായിരിക്കും. ഒരുപോലെ ഒരിക്കലും വരില്ല. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അപ്പോ AI എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കൂടെ ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഓരോ ദിവസമായിട്ട് കുറേശ്ശെ നോക്കാം. നമുക്കിപ്പോ ആദ്യം നിങ്ങൾ AI ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഉപയോഗിക്കുന്ന ആ രീതി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞത്. ഓക്കെ, ഇനി ആർക്ക് ഇനിയും 3-4 മിനിറ്റ് കൂടെ എടുക്കാം നമുക്ക്. സാറേ, ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഇതിനകത്ത് സിലബസിനകത്ത് സിമ്പിൾ പ്രോംപ്റ്റും സ്ട്രക്ചേർഡ് പ്രോംപ്റ്റും എഴുതിയേക്കുന്നു. സിമ്പിൾ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ജനറിക് ആയിട്ട് നമ്മൾ ചോദിക്കുന്നു, ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതൊരു സിമ്പിൾ പ്രോംപ്റ്റ് ആണ്. ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് ഒരു സംക്ഷിപ്തം തയ്യാറാക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് ആണ്. ഇന്ത്യയുടെ ഭരണഘടന ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ ലംഘനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ഭരണഘടനാ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അതൊരു സ്ട്രക്ചേർഡ് പ്രോംപ്റ്റ് ആണ്. ഓക്കെ, ആ സ്ട്രക്ചേർഡ് പ്രോംപ്റ്റിംഗ്, ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോംപ്റ്റിംഗ് ആണ്. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു വരാം. ഓക്കെ, താങ്ക് യു. ഇനി
എല്ലാവരും വളരെ ഉഷാറാണ്. നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. സാറേ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ സാർ. ഈ പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇപ്പൊ കുറച്ച് പരസ്യങ്ങൾ കാണുന്നുണ്ട്. അതില് പിന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും പിന്നെ പ്രധാനമന്ത്രിയൊക്കെ നേരിട്ട് സംസാരിക്കുന്നതായിട്ടാണ്. 23 ലക്ഷം രൂപ നിങ്ങളെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറെ പൈസ വരും. ഈ ഒരു മാസം കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സംസാരിക്കുന്നതൊക്കെ ഇപ്പൊ രാഹുൽ ഗാന്ധി പിന്നെ നിർമ്മല സീതാരാമൻ ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ് സംസാരിക്കുന്നത്. ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാണ് പരസ്യം വരുന്നത്. സാർ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് ഇതൊക്കെ പിന്നെ ഈ നിർമ്മിത ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന പരസ്യങ്ങളല്ലേ? തീർച്ചയായിട്ടും ഡീപ് ഫേക്ക് എന്ന് പറയും. അങ്ങനെയുള്ള പരസ്യങ്ങൾ നമുക്കും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ സാറിന്റെ ചിത്രം വെച്ചുകൊണ്ട് ഒരു പരസ്യം എനിക്കിപ്പോ ഒരു 2 മിനിറ്റ് കൊണ്ട് എനിക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റും. അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സാറിന് ഉണ്ടാക്കാൻ പറ്റും. അത് ഡീപ് ഫേക്കാ. നമ്മുടെ ശബ്ദം പോലും ക്ലോൺ ചെയ്യാം. ഇപ്പോ ശബ്ദം പോലും ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതിനെല്ലാം അതിജീവിച്ച് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇതൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഇത് എഐയുടെ ഒരു ദുരുപയോഗമാണ്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. അത് ഒരു അത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ വഴിയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. AI ഡിക്റ്റേറ്ററുകളുണ്ട്. AI ഡിക്റ്റേറ്ററുകൾ ഉപയോഗിച്ച് നമുക്കിത് ഇത് എത്ര ശതമാനം AI ജനറേറ്റ് ചെയ്തതാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഒരു AI ക്ലാസ്, നമ്മുടെ ഈ സാറിപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഡോക്യുമെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും AI ചെയ്തതാണ്. അല്ലെങ്കിൽ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് AI ചെയ്തതാണ്. ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് AI ചെയ്ത്. അങ്ങനെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു സ്കില്ലും നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പോ സാറാണല്ലോ ഇന്നത്തെ ഒന്ന് നന്ദി പറഞ്ഞ് നമ്മുടെ ചാണ്ടി സാർ ഒന്ന് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. നമുക്കിനി അടുത്ത ചൊവ്വാഴ്ചയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്.